നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയം പറയാതെ നികൃഷ്ടവും അശ്ലീലവുമായ പ്രചരണം കോൺഗ്രസ് നടത്തുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. തെരഞ്ഞെടുപ്പ് കാലത്തിന് ഇത് യോജിച്ചതല്ല, വ്യാജ പ്രചരണത്തിന് പിറകിൽ മൂവർ സംഘമെന്നും വി കെ സനോജ്. ആം ആദ്മി പാർട്ടി പ്രതിഷേധ സമ്മേളനം 20-ന് കണ്ണൂരിൽ. പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിനെയും നേതാക്കളെയും അന്യായമായി ജയിലിൽ അടച്ചതിന്. സമരത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളും പങ്കുചേരും. റെക്കോർഡ് തീർത്ത് വീണ്ടും KSRTC കളക്ഷനിൽ ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത്. ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചു. വാർത്തകൾ വിശദമായി. വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിൽ മൂവർ സംഘമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, IT സെൽ കോർഡിനേറ്റർ സരിൻ, വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്നിവർക്ക് ഈ വ്യാജ പ്രചരണങ്ങളിൽ വ്യക്തമായ അറിവുണ്ടെന്നും വി കെ സനോജ് ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം പറയാതെ നികൃഷ്ടവും അശ്ലീല പ്രചരണവുമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള ഭരണാധികാരിയുമായിട്ടുള്ള ശൈലജ ടീച്ചർക്കെതിരായി അങ്ങേയറ്റം വൃത്തികെട്ട സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ആക്രമണം ഏതെങ്കിലും മുഖമില്ലാത്ത പേജുകളിൽ നിന്നല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പേജുകളിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചർ അവിടെ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ടീച്ചർ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ച വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അവിടെ ഉന്നയിച്ചത്. പക്ഷെ അവിടെ ടീച്ചറുടെ എതിരാളിയായിട്ടുള്ള ഷാഫി, അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അപ്പോൾ തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നതിൽ പ്രത്യേക പ്രാഗൽഭ്യം തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ അധ്യക്ഷനായി വന്നത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾ തന്നെ വിശ്വസിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ അവർ കൊടുക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായി. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ടീച്ചർക്കെതിരായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ തുടർച്ചയായി പടത്തിവിടുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ വേണ്ടി പോലും കഴിയില്ല. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുടെ കമൻ്റാണ്. ഷോബിൻ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിപ്പോൾ ഷാഫി പറമ്പലിൻ്റെ കൂടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് സെൽഫി എടുത്ത ഒരു ചിത്രമാണ്. സെൽഫി കൊണ്ട് മാത്രമല്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ്. അയാളുടെ കമൻ്റ് ഇവിടെ പറയാൻ വേണ്ടി കഴിയില്ല, അത് നിങ്ങൾക്കത് നോക്കാം. മറ്റൊന്ന്, ടീച്ചറുടെ ഇൻസ്റ്റാഗ്രാം പേജിന് താഴെയും മറ്റ് പല അക്കൗണ്ടുകളിൽ നിന്നും കേട്ടാലറക്കുന്ന ഭാഷയിലാണ് തെറി വിളിച്ചിരിക്കുന്നത്. മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, വീഡിയോ കണ്ടന്റുകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ പേജിൽ നിന്ന് തന്നെയാണ് അശ്ലീല പരാമർശങ്ങൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനാണ് വടകര മണ്ഡലത്തിന്റെ ചുമതല. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്ററുമായ ഷോബിൻ തോമസ് ഉൾപ്പെടെ അശ്ലീല പോസ്റ്റുകൾ ഇടുകയാണ് ചെയ്യുന്നത്. ഇവരെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വ്യക്തമായ പിന്തുണ ഇവർക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ അശ്ലീലം പറയുന്നവരെയും തട്ടിപ്പുകാരെയുമാണ് യൂത്ത് കോൺഗ്രസ് പുതിയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. കെ സുധാകരനോ VD സതീശനോ ഈ വിഷയത്തിൽ ഇവരെ തിരുത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ് UDFകാരെന്നും സനോജ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF 42-ാം ബൂത്ത് പുറവൂർ കുടുംബസംഗമം പുറവൂർ ഷാദുലി മസ്ജിദിന് സമീപം പാറക്കണ്ടിയിൽ വെച്ച് നടന്നു. മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു.
മുമ്പ് നമ്മളോട് പറഞ്ഞു പെട്രോളിന് ഡീസലിന് 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ടോ? UPA ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ചിരുന്നപ്പോ പെട്രോളിന്റെ ഡീസലിന്റെ പാചകവാതകത്തിന്റെ അസംസ്കൃത വസ്തുവായ ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നത് അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിന് അന്താരാഷ്ട്ര വിപണി റെക്കോർഡ് വിലക്കയറ്റം ഉണ്ടായപ്പോ പോലും നമ്മള് 50, 51, 55, 60 രൂപയ്ക്ക് അപ്പുറം പെട്രോളിന് കൊടുത്തിട്ടില്ല. ആ ക്രൂഡ് ഓയിലിന് മോഡിയുടെ ഭരണകാലത്ത് റെക്കോർഡ് വിലത്തകർച്ച ഉണ്ടായിട്ടും 110 രൂപയ്ക്ക് അടുത്ത് നമ്മൾ പെട്രോൾ ലിറ്ററിന് വാങ്ങുന്നു അല്ലേ? ഡീസല് എത്ര 99 രൂപ അല്ലേ? സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവരില്ലേ ഇപ്പൊ? 97. വില കൂടി. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോ ഇത്തിരി കുറച്ചു അല്ലേ? 1-2 രൂപ കുറയ്ക്കുകയും ചെയ്തു. 2 രൂപ കുറച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഏറ്റവും ഭയാനക ഒരു സംഭവം എന്ന് പറയുന്നത് മോഡി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഈ സർക്കാരിന്റെ കാലത്ത് നേരത്തെ ഞാൻ പറഞ്ഞ സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായപ്പോ കൂട്ടിയപ്പോ കേരള സംസ്ഥാന സർക്കാരിന്റെ കൂട്ടിയതിലൂടെ കിട്ടുന്ന അധിക നികുതി വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് സഹായം തന്നു. പിണറായി ആണെ മോഡി കൂട്ടുന്നതിന്റെ പങ്ക് പിടിച്ച് പൊക്കയ്ക്ക് വെച്ച് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വക 2 രൂപ സെസ് കൂടി. എന്തിനീ സെസ് കൂട്ടിയെന്ന് ചോദിച്ചപ്പോൾ പെൻഷൻ കൊടുക്കാൻ. പെൻഷൻ കിട്ടുന്നുണ്ടോ? ഏപ്രിൽ മാസത്തിൽ 8 മാസത്തെ പെൻഷനായി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പറഞ്ഞു 2 മാസത്തെ പെൻഷൻ തന്നു. എന്നിട്ട് സഖാക്കൾ നാട് കയറി പറയുന്നു ആ പിണറായി വിജയന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണക്ക് പെൻഷൻ തന്നു എന്ന് പറയുന്നു. കെ സൽമന്ത് അധ്യക്ഷത വഹിച്ചു. സി പ്രസീത സ്വാഗതം പറഞ്ഞു. മുണ്ടേരി ഗംഗാധരൻ, PC അഹമ്മദ് കുട്ടി, കെ രാജീവൻ മാസ്റ്റർ, CP ഷക്കീർ, അജിത ശ്രീനിവാസൻ, VV മുംതാസ്, റിയ നാരായണൻ, PP മുനീറ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പാനൂർ ഏലാങ്കോട് സ്വദേശി കാട്ടിന്റെവിടെ ആദർശിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ഇയാൾക്കെതിരെ 2017 മുതൽ പാനൂർ പോലീസ് സ്റ്റേഷനിൽ 7 കേസുകൾ നിലവിലുണ്ട്. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഏലാങ്കോട് സ്വദേശി കെ ആദർശിനെയാണ് കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 2007 വകുപ്പ് പ്രകാരം കാപ്പ ചുമത്തി ജയിലിലടച്ചത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ഇയാൾക്ക് 2017 മുതൽ പാനൂർ പോലീസ് സ്റ്റേഷനിൽ 7 കേസുകൾ നിലവിലുണ്ട്. പാനൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ആദർശിനെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് പരിധികളിലെ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെയും തുടർച്ചയായി സമൂഹത്തിലെ സമാധാനം ലംഘിക്കുന്നവരെയും നിരീക്ഷിച്ച് ശക്തമായ കാപ്പ നടപടികൾ കണ്ണൂർ സിറ്റി പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രമുഖ NGO യൂണിയൻ നേതാവായിരുന്ന TK ബാലന്റെ 19ാം ചരമവാർഷിക ദിനത്തിൽ NGO യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുക സ്വന്തം നേതാക്കന്മാരെ പോലും BJPയുടെ അപകടം പറഞ്ഞ് ബോധ്യപ്പെടുത്തി BJPയിലേക്ക് പോകുന്നത് തടയാൻ കഴിയാത്ത കോൺഗ്രസിന് പിന്നെ എങ്ങനെയാണ് BJPയെ ചെറുത്തു നിൽക്കാനാണ്? BJP കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള CAA പ്രശ്നത്തിൽ പോലും ഒരു നിലപാട് കോൺഗ്രസ് കെ ഷീബ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MM അജിത് കുമാർ, TK ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. N സുരേന്ദ്രൻ, KV വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയം പറയാതെ നികൃഷ്ടവും അശ്ലീലവുമായ പ്രചരണം കോൺഗ്രസ് നടത്തുന്നുവെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. തെരഞ്ഞെടുപ്പ് കാലത്തിന് ഇത് യോജിച്ചതല്ല. വ്യാജ പ്രചരണത്തിന് പിറകിൽ മൂവർ സംഘമെന്നും VK സനോജ്. ആം ആദ്മി പാർട്ടി പ്രതിഷേധ സമ്മേളനം 20-ന് കണ്ണൂരിൽ. പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിനെയും നേതാക്കളെയും അന്യായമായി ജയിലിൽ അടച്ചതിന്. സമരത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളും പങ്കുചേരും. റെക്കോർഡ് തീർത്ത് വീണ്ടും KSRTC കളക്ഷനിൽ ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത്. ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിംഗ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി,
അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, മെഗാമാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, മെയിൻ റോഡ് ഇരട്ടി, M സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. ആം ആദ്മി പാർട്ടി പ്രതിഷേധ സമ്മേളനം ഏപ്രിൽ 20 സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAP സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ സംഗമം ഉദ്ഘാടനം ചെയ്യും. അരവിന്ദ് കെജ്രിവാളിനെയും പാർട്ടി നേതാക്കളെയും അന്യായമായി ജയിലിൽ അടച്ചതിന് എതിരെയും പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതിനെതിരെയുമാണ് സ്റ്റേഡിയം കോർണറിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഫാസിസ്റ്റ് നടപടികളിൽ പ്രതിഷേധിച്ചും ഈ പ്രതിപക്ഷ പാർട്ടികളെ തെരഞ്ഞുപിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന ഈ NDA സർക്കാരിൻ്റെ നടപടിക്കെതിരെ കണ്ണൂർ ജില്ലയിൽ ഏപ്രിൽ 20 വൈകുന്നേരം ഒരു വലിയ പ്രതിഷേധ സംഗമം നടത്താം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണിയിലെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ വെച്ചിട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നോ വോട്ട് ഫോർ BJP എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. BJPക്ക് വോട്ടില്ല. നാളിതുവരെ കണ്ട സംവിധാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് പറയുന്ന BJP സർക്കാരും നരേന്ദ്രമോദിയും ഒരു ക്ലീൻ പൊളിറ്റിക്സ് ആയിരുന്നു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയിട്ടുള്ള ഹൈടെക് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നികുതി പണത്തിൻ്റെ അപഹരണമാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് പുറത്തെത്തിയപ്പോഴാണ് കൃത്യമായി ബോധ്യം വന്നത് ഇത് രാജ്യം കണ്ടതിൽ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്ക് ഈ NDA സർക്കാരും നരേന്ദ്രമോദിയും പങ്കാളികളാകുന്നു എന്നത് വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായി വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ മുഴുവനും അന്ന് ഇവിടെ പ്രതിഷേധ ജ്വാല ഉയർത്തുകയാണ്. കൂടാതെ സുധാകരൻ, പിന്നെ MV ജയരാജൻ തുടങ്ങിയ ലീഗിൻ്റെയും കോൺഗ്രസ് മറ്റ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവനും നേതാക്കന്മാരൊക്കെ ആ വേദിയിൽ സന്നിധരാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നിര എന്ന് പറയുന്നത് ഈ NDAക്കെതിരെ ഉള്ള മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇനിയൊരു BJP ഭരണത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ എല്ലാം ഒരു പ്രതിഷേധം. അന്ന് ഞങ്ങൾ പന്തം കൊളുത്തി പ്രകടനമുണ്ട്. കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും മുഴുവൻ സംഗമിക്കുന്ന ഒരു വേദിയായിട്ട്
സോണുകൾ തിരിച്ചുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ 20-ാം തീയതി നടത്തുന്നു. ഏപ്രിൽ 20 ശനിയാഴ്ച വൈകുന്നേരം 4:30 നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. AAP സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ സംഗമം ഉദ്ഘാടനവും ചെയ്യും. തുടർന്ന് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും നടത്തും. സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. LDFും UDFും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് കേരളത്തിൽ BJP ഒഴികെ ഏത് സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി കൊളോണിയ, സംസ്ഥാന സെക്രട്ടറി ജയദേവൻ NR, ജില്ലാ പ്രസിഡന്റ് സ്റ്റീഫൻ TT തുടങ്ങിയവർ പങ്കെടുത്തു. SYS പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി ഏപ്രിൽ 19 പ്ലാറ്റൂൺ അസംബ്ലി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസ്ഥാനിക സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ SYS പ്ലാറ്റിനം ഇയർ ആചരിക്കുന്നത്. അസംബ്ലിയിൽ സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സംഘത്തിന്റെ സമർപ്പണവും പ്ലാറ്റിനം പരേഡും പൊതുസമ്മേളനവുമാണ് നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി യുവജന സംഘം SYS പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിക്കുകയാണ്. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന ശീർഷകത്തിൽ 2024 ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂരിൽ നടത്തുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജില്ലാതലങ്ങളിൽ പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിച്ചത്. കേരളീയ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വളരെയധികം ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെയും അതിന്റെ നിർദ്ദേശങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് വിവേചനത്വപരമായും ന്യൂനപക്ഷ വിരുദ്ധമായും നമ്മളൊക്കെ വലിയ മഹത്വത്തോടുകൂടെ കണ്ടിരുന്ന ജനാധിപത്യവും മതേതരത്വവും സഹിഷ്ണുതയും ഒക്കെ തച്ചു തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് തിരിച്ചുപിടിക്കാനും ഇന്ത്യൻ ജനതയുടെ മാനസകങ്ങളിൽ സഹിഷ്ണുതയും മതേതരത്വവും മതസൗഹാർദ്ദവും വീണ്ടെടുക്കാനും വേണ്ടി സംസ്ഥാനത്തെ 20,000-ഓളം വരുന്ന പരിശീലനം സിദ്ധിച്ച പ്രവർത്തകരെ പ്ലാറ്റ്യൂൺ അംഗം എന്ന പേരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയാണ് ഡിസംബർ. അതിന്റെ ഭാഗമായി ഏപ്രിൽ 19 കണ്ണൂർ ജില്ലയിൽ 2000-ലേറെ വരുന്ന പ്രത്യേകം പരിശീലനം സിദ്ധിച്ച പ്ലാറ്റ്യൂൺ അംഗങ്ങളുടെ റാലിയും പ്ലാറ്റ്യൂൺ അസംബ്ലിയും പ്രാസ്ഥാനിക സമ്മേളനവും നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രഭാത ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് റാലി പഴയ ബസ് സ്റ്റാൻഡ് കാൽടെക്സ് ചുറ്റി സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിചാരവേദികളായി പ്ലാറ്റൂൺ അസംബ്ലികൾ മാറും. രാജ്യം നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളായ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നീ ജനകീയ പ്രശ്നങ്ങൾ, വിദ്വേഷ രാഷ്ട്രീയം, വർഗീയത പോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, ജനാധിപത്യം, മതനിരപേക്ഷത, ബഹുസ്വരത തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെല്ലാം പ്ലാറ്റൂൺ അസംബ്ലി ചർച്ച ചെയ്യും. 19 നടക്കുന്ന പ്ലാറ്റൂൺ അസംബ്ലിയിൽ പ്രസ്ഥാനിക സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 4:30 കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പ്ലാറ്റൂൺ അംഗങ്ങളുടെ വോളണ്ടിയർ റാലി പഴയ ബസ് സ്റ്റാൻഡ് കാൽടെക്സ് വഴി സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. ജില്ലയിലെ 62 സർക്കിളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്ലാറ്റൂൺ അംഗങ്ങളാണ് റാലിയിൽ അണിനിരക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, SSF എന്നീ സംഘടനാ ഘടകങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി, ജനറൽ സെക്രട്ടറി നിസാർ അതിരകം, ഹനീഫ് പാനൂർ, MK ഹാമിദ് ചുവ്വ, KV സമീർ ചെറുകുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു.
KSRTCക്ക് വീണ്ടും റെക്കോർഡ്. ഏപ്രിൽ മാസത്തിലെ കളക്ഷനിലുണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം. 8.57 കോടി രൂപയാണ് KSRTC നേടിയത്. ഇതോടെ കഴിഞ്ഞ വർഷം ഏപ്രിലിലെ കളക്ഷനാണ് മറികടന്നത്. ഏപ്രിൽ മാസ ചരിത്രത്തിലെ റെക്കോർഡ് കളക്ഷൻ നേടിയാണ് KSRTC ഇത്തവണ മുന്നേറിയത്. 8.57 കോടി രൂപയാണ് KSRTC നേടിയത്. 2023 ഏപ്രിൽ ലഭിച്ച 8.3 കോടി രൂപ എന്ന നേട്ടമാണ് മറികടന്നത്. 4324 ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ 4179 ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് 8.57 കോടി രൂപ. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 8.3 കോടി രൂപ വരുമാനം ലഭിച്ചപ്പോൾ 4331 ബസ്സുകൾ ഓടിച്ചതിൽ 4200 ബസ്സുകളിൽ നിന്നായിരുന്നു ഇത്രയും വരുമാനം ലഭിച്ചത്. വരുമാന ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചാണ് ചെലവ് വർദ്ധിപ്പിക്കാതെ നേട്ടമുണ്ടാക്കിയതെന്ന് KSRTC അറിയിച്ചു. KSRTCയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിവേഗ നടപടികളാണ് KSRTC മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. KSRTC യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള പൊതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാക്കുകയാണ് പുതിയ നേട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാന്യവും സുരക്ഷിതവുമായ യാത്രാവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും KSRTCയുടെ കടമയാണെന്ന് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുഴുവൻ യാത്രക്കാരോടും, പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വയോജനങ്ങളോടും ഭിന്നശേഷിയുള്ളവരോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിലുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. പേരൂർ വരിക്കച്ചാൽ താഴത്ത് നിലമന ഇല്ലം നവചണ്ഡിക യാഗത്തിന് തുടക്കമായി. ഇന്നു മുതൽ 19 വരെയാണ് യാഗം നടക്കുക. ദേശക്കാരുടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് യാഗത്തിന് തുടക്കമായത്. പേരൂർ മാധവ താഴത്ത് നിലവനിലത്ത് വെച്ച് നടക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. നാളെയാണ് കാര്യമായിട്ടുള്ള, നാളെ വൈകുന്നേരം മറ്റന്നാളായിട്ടാണ് കാര്യമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം കലവറ നിറയ്ക്കൽ ചടങ്ങും, നാളെ വൈകുന്നേരം ആചാര്യന്മാർക്ക് സ്വീകരണവും അതുപോലെ തന്നെ ചടങ്ങുകളാണ് നടക്കുന്നത്. മറ്റന്നാൾ രാവിലെ ചണ്ഡിക യാഗം രാവിലെ 6 മണി മുതൽ ആരംഭിക്കും. ഇതിനായി വലിയ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ട് പോലീസ് സേനയുടെയും ഫയർഫോഴ്സിൻ്റെയും പത്രമാധ്യമങ്ങളും പരിപൂർണ. യാഗശാലയിലേക്ക് ദേശക്കാരുടെ കലവറ നിറയ്ക്കൽ ചടങ്ങോടുകൂടിയാണ് നവചണ്ഡിക യാഗത്തിന് തുടക്കമായത്. 7 പേരൂർ ശിവക്ഷേത്ര മാതൃസമിതിയുടെ ഫ്യൂഷൻ തിരുവാതിരയും അരങ്ങേറി. 18 രാവിലെ 6 ഗണപതി ഹോമം നടക്കും. വൈകിട്ട് 6 ധ്വജാരോഹണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ശങ്കരനാരായണ പ്രസാദ്, ശങ്കർദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തീയ മഹാസമ്മേളനം ഏപ്രിൽ 21 ഏഴിലോട് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീയ സമുദായത്തിന്റെ കാവുകൾ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ കടന്നുകയറ്റങ്ങൾക്കെതിരെയും ശ്മശാനങ്ങൾ പൊതുവൽക്കരിക്കപ്പെടുന്നതിനെതിരെയുമാണ് തീയ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനം വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരക്കാർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. ഉത്തരമലബാറിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള സമുദായമാണ് തീയ സമുദായം. ഏതാണ്ട് തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ വ്യാപിച്ചിടക്കുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള സമുദായമാണ് തീയ സമുദായം. ഈ തീയ സമുദായത്തിൻ്റെ ഉടമസ്ഥതയുടെ കീഴിൽ കാവുകൾ, അതുപോലെ തന്നെ കഴകങ്ങൾ, അറകൾ, മുണ്ടികൾ എന്നിങ്ങനെ നിരവധി ആരാധനാലയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങളുള്ള ഒരു സമുദായമാണ് തീയ സമുദായം. എന്നാൽ ഈ തീയ സമുദായ കാവുകളിലേക്ക് ഇന്ന് രാഷ്ട്രീയ അധിനിവേശം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്ര കീഴ്വഴക്കങ്ങളെയും ആചാരങ്ങളെയും തെറ്റിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വാസികളെ വിലക്കെടുക്കാതെ ക്ഷേത്ര സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ നമ്മുടെ ശ്മശാനങ്ങളെ നമുക്കറിയാം, ഏത് സമുദായവും അതിന് സ്വത്ത് നിലനിർത്തുന്നത് കാവുകളും ശ്മശാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ്. ഈ ശ്മശാനങ്ങളെ പോലും പൊതുവൽക്കരിക്കുകയാണ്. മറ്റെല്ലാ സമുദായങ്ങൾക്കും സ്വന്തമായ ശ്മശാനങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് അത് പരിപാലിച്ചു പോകുന്നുണ്ട്. പക്ഷെ തീയ സമുദായങ്ങളുടെ ശ്മശാനങ്ങളെ പലപ്പോഴും പൊതുവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രവണത കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ സംഘടന, പ്രത്യേകിച്ച് എല്ലാ സമുദായങ്ങളും ഇന്ന് കേരളം സംഘടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ 100 വർഷം പഴക്കമുള്ള സംഘടനകളൊക്കെ കേരളത്തിലുണ്ട്. പക്ഷേ മലബാറിലെ തീയർ മാത്രം ഇതുവരെ സംഘടിക്കാൻ തയ്യാറായിട്ടില്ല, അഥവാ തയ്യാറായാൽ അതിന് എതിർക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. അതിന് കാരണം നമുക്കറിയാം, ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് തീയ സമുദായമാണ്. ആ തീയ സമുദായം ഒരിക്കലും സംഘടിക്കരുത് എന്നാണ് അതായത് ഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലബാറിലെ മറ്റെല്ലാ സമുദായങ്ങളും സംഘടിച്ചപ്പോഴും തീയർ സംഘടിച്ചില്ല. ഇപ്പോൾ നമ്മൾ കുഞ്ഞമംഗലത്ത് ശക്തമായി സംഘടിക്കുമ്പോഴും ഒരുപാട് എതിർപ്പുകളാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സമ്മേളനം തന്നെ
അല്ലേ 21-നാണ്, അതിലുള്ള പെർമിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലും തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വൈകുന്നേരം 3 മണിക്ക് കുഞ്ഞിമംഗലം ആണ്ടാം കോവലിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് മഹാറാലിയും തുടർന്ന് സമ്മേളനവും നടക്കും. സമ്മേളനം വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരക്കാർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രസ്തുത വിഷയത്തെ അതിഥീകരിച്ച് പ്രഭാഷരത്നം പയ്യാവൂർ മാധവൻ മാസ്റ്റർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം UP സന്തോഷ് എന്നിവർ മുഖ്യപ്രഭാഷണവും നടത്തും. തീയക്ഷേമ സഭയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. പത്രസമ്മേളനത്തിൽ തീയക്ഷേമ മല്ലിയോട്ട് മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവിനരികത്ത്, അജയൻ മത്യാരി, സുരേഷ് VV, പവിത്രൻ, പ്രദീപ് കുമാർ P, പവിത്രൻ K എന്നിവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ, വെള്ളി 90 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്നതിനൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 വരെയും, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന ഇടങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയം പറയാതെ നികൃഷ്ടവും അശ്ലീലവുമായ പ്രചരണം കോൺഗ്രസ് നടത്തുന്നുവെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. തെരഞ്ഞെടുപ്പ് കാലത്തിന് ഇത് യോജിച്ചതല്ല. വ്യാജ പ്രചരണത്തിന് പിറകിൽ മൂവർ സംഘമെന്നും VK സനോജ്. ആം ആദ്മി പാർട്ടി പ്രതിഷേധ സമ്മേളനം 20-ന് കണ്ണൂരിൽ. പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിനെയും നേതാക്കളെയും അന്യായമായി ജയിലിൽ അടച്ചതിന്. സമരത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളും പങ്കുചേരും. റെക്കോർഡ് തീർത്ത് വീണ്ടും KSRTC കളക്ഷനിൽ ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത് ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.